This is what? Potas gun. Potas gun. Potas gun. Yeah. Wow. show me this one. Yeah. Loya. Okay. Look. Yeah. Channel. YouTube. സ്ട്രീറ്റ് ഫുൾ ഈ സ്ട്രീറ്റ് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഫുൾ ഇവിടെ പൊട്ടിച്ചതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ല, ഒരു മലപ്പുറത്തും പൊട്ടിക്കാൻ പോകുന്ന സെക്കൻ നോക്കൂ, സെക്കനെ നോക്കൂ, എന്താ ചെയ്യാൻ പോണെന്ന് നോക്കൂ. ഹലോ നമസ്കാരം, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അപ്പോൾ സുധീർ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടില്ലേ, എന്റെ പുറകിൽ കണ്ടോ, ഇന്ന് ദീപാവലി നൈറ്റ് ആണ്. അപ്പൊ ഇന്ന് ദീപാവലി എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. ഒരുപാട് ആൾക്ക് ആഗ്രഹമായിരുന്നു ദീപാവലി എൻജോയ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇപ്പൊ നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ജോധ്പൂർ ആണ്. ജോധ്പൂർ മേരാങ്കട്ട് ഫോർട്ട് കേട്ടോ ഈ കാണുന്നത്. അതാണ് മേരാങ്കട്ട് ഫോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ബ്ലൂ സിറ്റി ഏരിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പടക്കത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ക്രാക്കേഴ്സ് ആണ്, എല്ലായിടത്തും ക്രാക്കേഴ്സ് ആണ്. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഏറ്റവും ടോപ്പിലാട്ടോ, മേരാങ്കട്ടിന്റെ ടോപ്പിൽ നിന്നിട്ടാണ് ഞാൻ ഇത്രയും ഭാഗം ഞാൻ കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജോധ്പൂർ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ മുഴുവനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടില്ലേ, പടക്കം പൊട്ടിക്കുന്നതാണ് ഇവിടെ നിന്ന് കാണുന്നത്. പടക്കത്തിന്റെ സൗണ്ട് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. എന്റെ കയ്യിൽ മൈക്ക് ഉള്ളതുകൊണ്ട് എന്റെ സൗണ്ട് ആയിരിക്കും കൂടുതൽ കേൾക്കുന്നുണ്ടാവുക. കണ്ടില്ലേ, ജസ്റ്റ് കുറച്ച് പടക്കം വാങ്ങണം. പടക്കം വാങ്ങിയിട്ട് അവരുടെ കൂടെ തന്നെ ആഘോഷിക്കണം ആഗ്രഹമുണ്ട്. ഫസ്റ്റ് ദിവാലിയാണ്, രാജസ്ഥാനിലെ ഫസ്റ്റ് ദിവാലിയാണ്. രാജസ്ഥാനിൽ അല്ല, നോർത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ദിവാലിയാണ്. അപ്പൊ നേരെ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ. ഇവിടെ കുറെ ആൾക്കാരുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ, ടൈം ലാപ്സും ഞാൻ കാണിച്ചുതരാം കേട്ടോ. നല്ല സ്പീഡിൽ പോകുന്ന ഞാൻ കാണിച്ചുതരാം. കണ്ടില്ലേ, പടക്കൊക്കെ അവിടെ ഇവിടുത്തെ കൊടുക്കുന്നുണ്ട്. ഈ റോഡ് എന്ന് പറയുന്നത് മേരാങ്കട്ടിന്റെ റോഡാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളൊക്കെ പോകുന്ന ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഞാൻ ഇൻട്രോ എടുക്കാന്ന് വെച്ചാൽ അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. അത് ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും മനസ്സിലാവും. കണ്ടില്ലേ, ശരിക്കും മനസ്സിലാവുന്ന പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം വീഡിയോ കാണട്ടെ, മേരാങ്കട്ടിന്റെ ഫോർട്ടിന്റെ ആ വീഡിയോ കാണാം. അതിന്റെ താഴെ വശം കാണുന്ന ബ്ലൂ സിറ്റിയിൽ ഫുൾ കണ്ടില്ലേ, എല്ലാവരും പടക്കം പൊട്ടിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. കണ്ടില്ല, ഓരോ വീടുകളായാലും എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. നോക്കി ആൾക്കാരെ കാണാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പോട്ട് വന്നത്. താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നത്. അവിടുന്ന് ഞാൻ ഇവിടെ എത്തി കേട്ടോ. ഈ ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനു മുമ്പ്. ഇത് നമ്മുടെ ക്ലോക്ക് ടവർ ഏരിയ കേട്ടോ. ക്ലോക്ക് ടവർ ഏരിയ ആണ്. അപ്പൊ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ, നല്ല ആൾക്കാരും ബഹളം തിരക്കൊക്കെയാണ്. കണ്ടില്ല, ഇവിടെ സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് നേരെ പോകുന്നത് പല ഭാഗത്തേക്ക് എൻജോയ് ചെയ്ത് പോകുന്നതാണ്. ഈ മാർക്കറ്റിന്റെ ചുറ്റും ആൾക്കാർ ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് കടകളൊക്കെ അടച്ചു കേട്ടോ. കാരണം വെച്ചാൽ 10 മണിയാകാനായി ഏകദേശം. അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ സ്കൂട്ടിയൊക്കെ എടുത്ത് പല സ്ഥലത്തേക്ക് പോവുകയും അവിടെ നിന്ന് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ല, ഇവർ പല സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. പറ്റുമെങ്കിൽ ഇവരുടെ കൂടെയും കൂടി ഒന്ന് എൻജോയ് ചെയ്തിട്ട് വെച്ചാൽ കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. ആ ടവറിന്റെ മുകളിലേക്കൊക്കെ നിങ്ങൾ കാണാൻ പറ്റും. ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നവർക്കാണ്. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് എൻജോയ് ആണ്. കുറേ എനിക്ക് വീഡിയോ എടുക്കാൻ അവസരം കിട്ടി, പക്ഷെ ഒന്നും എടുത്തിട്ടില്ല. കാര്യം എന്ന് പറയുന്നത് ഞാനിതൊക്കെ ആസ്വദിക്കായിരുന്നു. പല സ്ഥലത്തും പടക്കം പൊട്ടുന്നു, അതും ഇതൊക്കെ ആയിട്ട്. ഇടയിൽ പടക്കം പൊട്ടിക്കുന്ന ആൾക്കാരും പോകുന്ന ആൾക്കാരും വരുന്ന ആൾക്കാരും അത്രയും തിരക്കാണ്. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നതൊക്കെ കാണാൻ പറ്റും നമുക്കിവിടെ. എല്ലാരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കാണല്ലേ. ഇതൊക്കെ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരാണ്. സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സ്വീറ്റ്സ് കണ്ടില്ലേ, കണ്ടില്ലേ, നല്ല ബോംബാട്ടോ.
നല്ല സൗണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് മേരാങ്കോട്ടിന്റെ ആ താഴെന്ന് വെച്ചാൽ കണ്ടില്ലേ, അതിന്റെ സ്ട്രീറ്റിന് ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം എനിക്ക് അറിയില്ലോ. ആൾക്കാരൊക്കെ പൊട്ടിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ. സേഫ്റ്റിയാണ് മെയിൻ കാര്യം. ഞാൻ ജസ്റ്റ് ഇതിൽ പോവാണ്. കണ്ടില്ലേ, ഈ ഒരു ഏരിയ മുഴുവൻ നോക്കുകയാണെങ്കിൽ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ട് കാണാം. എല്ലായിടത്തും ആൾക്കാരും ബഹളും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതായത് മെയിൻ സംഭവം. ഹാപ്പി ദിവാലി, ഹാപ്പി ദിവാലി. ഹലോ യാ യൂട്യൂബർ, ഹലോ ഹായ് ഹായ്. ഈ ഒരു മാർക്കറ്റിന്റെ ഉള്ളിലേക്കാണ് ഞാൻ പോകുന്നത്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ഞാൻ ഈ ലൈറ്റ് ആയിട്ട് നോക്കുന്നേ. എല്ലാരും ആൾക്കാർ പോകുന്നു, വീഡിയോ എടുക്കുന്നു. എന്ത് ഭംഗിയാന്നറിയോ, മാർക്കറ്റും കാര്യങ്ങളൊക്കെ ക്ലോസ് ആയി, എന്നാൽ പോലും ആൾക്കാരൊക്കെ വീഡിയോ എടുക്കുന്ന തിരക്കാണ്. ജസ്റ്റ് നടന്നു നോക്കുക കേട്ടോ, ആരെങ്കിലുമൊക്കെ കാണാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അവരെന്തൊക്കെയാ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് കേട്ടോ നടന്നു കാണാണ്. ഏകദേശം 1 മണിക്കൂർ നേരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഒരു ചങ്ങായി വരുന്നു. അപ്പൊ ജസ്റ്റ് ഞാൻ നടന്നു പോകുന്ന സമയത്ത് എന്താ അവസ്ഥ കാണാൻ വേണ്ടി ഒന്നാണ്. എല്ലാവരും എനിക്ക് പട്ടി വരയ്ക്കുന്ന സൗണ്ട് കണ്ടില്ലേ, നല്ല പട്ടി വരയ്ക്കുന്ന ബഹളം. ഇതാട്ടോ മാർക്കറ്റിന്റെ ഉള്ളെന്ന് പറയുന്നത്. ഈ സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ ആട്ടോ സൗണ്ട് ഉണ്ടാക്കുന്നേ. സ്കൂട്ടിയാണ് മെയിൻ വില്ലൻ, അല്ലെങ്കിൽ നല്ലൊരു പ്രശ്നമില്ല കേട്ടോ. എന്റെ സൗണ്ട് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും പ്രശ്നമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടന്നത് കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് കാണാൻ പറ്റുമെന്നുള്ളതും കൂടി ഞാൻ ജസ്റ്റ് നോക്കട്ടെ. എന്ത് ഭംഗിയാന്നറിയോ, ഈ ഒരു സ്ട്രീറ്റിൽ പ്രത്യേകിച്ച് പടക്കം പൊട്ടിക്കുന്നൊന്നും കാണാനില്ല. എന്തോ ചേട്ടൻ എന്തോ പറയുന്നുണ്ട് അവിടെ ചേട്ടാ. ഇവിടെ എന്താന്നറിയില്ല, ജസ്റ്റ് ഒരു മ്യൂസിക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്തെ പ്രോഗ്രാം കാര്യമുണ്ട് കേട്ടോ. ദീപാവലിയോടനുബന്ധിച്ച് റോഡ് സൈഡിൽ അറേഞ്ച് ചെയ്ത പരിപാടിയാട്ടോ നമ്മൾ ഈ കാണുന്നത്. പല സിംഗേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അവർ കരോക്കെയാണ് മ്യൂസിക് പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓഡിയോ കട്ട് ചെയ്തത്, കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ആ റോഡ് സൈഡിൽ ആൾക്കാരൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഒരു ടെമ്പിളിന്റെ മുന്നിലാട്ടോ. ഒരു ടെമ്പിൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രീറ്റ് മുഴുവൻ ആൾക്കാരാട്ടോ, സ്കൂട്ടറും കാറും ബൈക്കൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. എവിടെ നോക്കിയാലും ആൾക്കാരാട്ടോ, നല്ല തിരക്കാണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ഇത് കണ്ടോന്നറിയില്ല, ഈ വിജയ റെസ്റ്റോറന്റ് ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വിജയ റെസ്റ്റോറന്റ് മുന്നിൽ കാണുന്ന ഈ ടെമ്പിളിലാട്ടോ ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. കണ്ടില്ലേ, ടെമ്പിളിലാണ്. ഈ സ്ട്രീറ്റ് മുഴുവൻ ആൾക്കാരും തിരക്കാട്ടോ. അതിനിടയിൽ പോലീസാണോ അറിയില്ല, ആംബുലൻസ് ആണെന്ന് അറിയില്ല, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, എവിടത്തേക്കാണ് ആൾക്കാർ പോകുന്നത് ഒരു ഐഡിയ ഇല്ല. സ്ട്രീറ്റ് ഫുള്ള് തിരക്കാട്ടോ, നല്ല റഷും കാര്യങ്ങളൊക്കെയാണ്. പോലീസ് ആട്ടോ. സ്ട്രീറ്റ് തിരക്കായതുകൊണ്ടായിരിക്കും. ടെമ്പിൾ കണ്ടില്ലേ, അതിലേക്ക് പോകുന്ന ആൾക്കാരും ഇവിടെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരും കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതേ റെസ്റ്റോറന്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. സെയിം റെസ്റ്റോറന്റ് വന്നു കേട്ടോ. ഇനി ഈ റൂട്ട് വേണം, ഈ ഒരു സ്ട്രീറ്റ് വഴി വേണം എനിക്ക് പോകാൻ വേണ്ടിട്ട്. ഈ കാണുന്ന സ്ട്രീറ്റ് നേരെ പോവാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് വന്നു കേട്ടോ. പോലീസ് കണ്ടില്ലേ, സ്ട്രീറ്റ് മുഴുവൻ തിരക്കായതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാരൊക്കെ പോകുന്നത്. ജസ്റ്റ് ഞാനും കൂടി ഒന്ന് പോയി നോക്കാം കേട്ടോ. ഈ ഏരിയ ഇച്ചിരി ക്രാഫ്റ്റേഴ്സിന്റെ ഷോപ്പ് കേട്ടോ, പടക്കങ്ങൾ കിട്ടുന്ന ഷോപ്പാണ്. എന്താണെന്നറിയാം, ആ ഷോപ്പും കാര്യങ്ങളൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ആ ഷോപ്പ് ഇപ്പോഴും അടച്ചിട്ടില്ല കേട്ടോ. ഈർക്കിന്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊന്നും കട അടച്ചിട്ട് പോകുന്നില്ല. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരും തിരക്കും ബഹളം കാര്യങ്ങളൊക്കെയാണ്. അതല്ലേ, ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ കാണാം കേട്ടോ. മുഴുവൻ പേര് ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരൊക്കെയാണ്. കണ്ടില്ലേ, എല്ലാരും ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരൊക്കെ കാണാൻ കേട്ടോ. ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പടക്കം പൊട്ടിച്ചിട്ട് ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബഹളവും കാര്യങ്ങളൊക്കെയാണ്. എല്ലായിടത്തും പടക്കം പൊട്ടുന്നുണ്ടോ, ഫുള്ള്
ഫുള്ള് പൊട്ടലും പുകയും കളറൊന്നും പറയണ്ട, അത്രക്കും തിരക്കാണ്. സ്കൂട്ടിയും ബൈക്കെടുത്ത് പോകുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ, ഇത് പൊട്ടുന്ന പൊട്ടലാണ് ഇവിടെ. മൊത്തം കളർ പറയട്ടോ. ദിവാലി എന്നൊക്കെ പറഞ്ഞ ഇതാണ് നോർത്ത് ഇന്ത്യ മുഴുവൻ. സൗത്ത് ഇന്ത്യ ഉണ്ടല്ലോ, തമിഴ്നാടൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. മൊത്തം ഏരിയ അത്രയും കളർഫുള്ളായി പൊട്ടി തകർത്ത്. എന്താ അവസ്ഥ നോക്കുക. ഹാപ്പി ദിവാലി. ഒരുപാട് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ, നിങ്ങളൊന്ന് കാണിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ രാജസ്ഥാനിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നൊരു സംഭവം എന്ന് പറയുന്നത് ദിവാലി ആയിരുന്നു. ദിവാലി എനിക്ക് എൻജോയ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ഒരു കളർഫുൾ ലൈറ്റൊക്കെ എൻജോയ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി, ഫുള്ള് ഫോഗും കാര്യങ്ങളൊക്കെ ആയിട്ട്, ആ പടക്കം പൊട്ടിച്ചതിൻ്റെ പുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഒരു 3-4 മണിക്കൂർ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ ഒരു മെമ്മറി മാത്രമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. അതിലേക്കും ബൈ.